ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISLുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ സീസണിലെ ISL എങ്ങനെയെങ്കിലും നടത്തുക എന്ന ഒരു ഉദ്ദേശമാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫോർമാറ്റ് ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു. 2 ഗ്രൂപ്പുകളായിക്കൊണ്ടാണ് തിരിക്കുക. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓരോ ടീമുകൾക്കും 12 മത്സരങ്ങൾ വീതമാണ് കളിക്കേണ്ടി വരിക. 2 വേദികളിലായിക്കൊണ്ടാണ്, അതല്ലെങ്കിൽ 2 സംസ്ഥാനങ്ങളിലായിക്കൊണ്ടാണ് ഈ ഒരു ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളും ബാക്കിയുള്ള മത്സരങ്ങളും നടക്കുക. സിംഗിൾ ലെഗ് നോക്കൌട്ട് മത്സരങ്ങളായിരിക്കും നടക്കുക. ISLന്റെ ഷീൽഡ് നേടുന്ന ടീമിന് ആകെ 15 മത്സരങ്ങളാണ് ഈ കോമ്പറ്റീഷനിൽ കളിക്കേണ്ടി വരിക. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ട് മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഈ സീസണിലെ ISLന്റെ കാര്യത്തിൽ പലവിധ പ്രതിസന്ധികൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത്. ഒഡീഷ ഇത്തവണത്തെ ISLൽ പങ്കെടുത്തേക്കില്ല. കാരണം ഒരു കൊമേഴ്ഷ്യൽ പാർട്ണർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒഡീഷ ഇതിൽ നിന്നും പിൻവാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതേസമയം ജംഷഡ്പൂർ FC ISLൽ പങ്കെടുത്തേക്കും. കളിക്കുന്ന കാര്യം അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. പാർട്ടിസിപ്പേഷൻ കൺഫേം ചെയ്യുന്ന ആദ്യത്തെ ക്ലബ്ബ് ആയിക്കൊണ്ട് ഇപ്പോൾ ജംഷഡ്പൂർ FC മാറിയിട്ടുണ്ട്. ബാക്കിയുള്ള ക്ലബ്ബുകൾ AFC ഡിസിഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതായത് 24 മത്സരങ്ങൾ ഒരു സീസണിൽ കളിക്കാതെ ടീമുകൾക്ക് AFC കോമ്പറ്റീഷനിൽ ഇടം നേടാനുള്ള ആ ഒരു സ്പോട്ട് ലഭിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് AFCയുടെ നിയമം വരുന്നത്. ആ നിയമത്തിൽ എന്തെങ്കിലും ഇളവ് ലഭിക്കുമോ എന്നുള്ളതാണ് ബാക്കിയുള്ള ക്ലബ്ബുകൾ ഇപ്പോൾ കാത്തിരിക്കുന്നത്. അതായത് ബാക്കിയുള്ള ക്ലബ്ബുകൾ ഇത്തവണത്തെ ISLൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല. ഇന്ന് വളരെ നിർണായകമായ ഒരു യോഗം നടക്കുന്നുണ്ട്. ഇന്നാണ് ISLന്റെ വിധി ദിനം. എത്ര ക്ലബ്ബുകൾ പങ്കെടുക്കും എന്ന കാര്യത്തിൽ ഇന്നത്തോടുകൂടി ഒരു ക്ലാരിറ്റി ലഭിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം ഇത്തവണ ഹോം മത്സരങ്ങളും എവേ മത്സരങ്ങളും ഇല്ല. അത് ഇപ്പോൾ ഈ ഒരു ക്ലബ്ബുകൾക്ക് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതോടൊപ്പം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഒരു പ്രതിനിധി പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അതായത് ക്ലബ്ബുകൾ എസ്റ്റിമേറ്റ് ചെയ്ത പ്രകാരം ഓരോ സീസണിലും ആകെ 35 കോടി മുതൽ 40 കോടി രൂപ വരെ അവർക്ക് ചിലവ് വരും. അതായത് ഓരോ ക്ലബിനും ശരാശരി ഒരു 2.5 കോടി രൂപ ചിലവഴിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇത് ക്ലബ്ബുകളെ ഇപ്പോൾ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ISLൽ നിന്നും ചില ക്ലബ്ബുകൾ പിൻവാങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രതിനിധി ഇപ്പോൾ പുതിയതായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇന്ന് വളരെ നിർണായകമായ ഒരു യോഗമാണ്. അതിലൊരു വിധി ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.